ഡിയർ സ്റ്റുഡൻസ്, ഇഗ്നോ എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കറക്റ്റായിട്ട് ഫിൽ ചെയ്യണം. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ നിങ്ങളുടെ എക്സാം റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതല്ല. ഇനി എന്താണ് എൻറോൾമെൻറ്റ് നമ്പർ? 10 ഡിജിറ്റ്സ് നമ്പറാണ് എൻറോൾമെൻറ്റ് നമ്പർ. 10 അക്കങ്ങളുള്ള ഒരു നമ്പർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അഥവാ 9 ഡിജിറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ലാസ്റ്റ് ബ്രാക്കറ്റ് ക്രോസ് ചെയ്തിടുക. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറിൻ്റെ മുൻപിലായോ അല്ലെങ്കിൽ അവസാനമായോ 0 ചേർക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ കോഡും കറക്റ്റായിട്ട് തന്നെ എഴുതേണ്ടതാണ്. ഇനി സപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾക്ക് സെപ്പറേറ്റ് ആൻസർ ഷീറ്റ് ലഭിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ ഒരു ബുക്ക്ലെറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിൽ തന്നെ നിങ്ങൾ ആൻസർ എഴുതിയിരിക്കണം. ആൻസറിൻ്റെ ഇടയിൽ ഒരിക്കലും ബ്ലാങ്ക് പേജസ് വിടാതിരിക്കുക. ഇനി അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ ബ്ലാങ്ക് പേജിൻ്റെ അവിടെ PTO എന്ന് മാർക്ക് ചെയ്യുക. അതായത് പ്ലീസ് ടേൺ ഓവർ എന്ന് സൂചിപ്പിക്കാനാണത്. ആക്സിഡൻ്റലി നമ്മൾ ആ പേജ് വിട്ടുപോയതാണ്, അതിനുശേഷം ആൻസർ തുടരുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ PTO എന്ന് എഴുതുന്നത്. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറ്റൻഡൻസ് ഷീറ്റ് ലഭിക്കും. അത് നിങ്ങളുടെ മുന്നിൽ അവർ കൊണ്ടുവന്ന് തരും. നിങ്ങളുടെ പേരിനു നേരെ തന്നെ സൈൻ ചെയ്യേണ്ടതാണ്. അതല്ലാതെ പേരിനു നേർക്കല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ്. ഹാൾ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എക്സാമുകൾ മാത്രമേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായി അതിൽ നമ്മുടെ സൈനും ഇൻവിജിലേറ്ററുടെ സൈനും എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ സ്റ്റാമ്പും എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള എക്സാം സെൻറ്ററിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. ഇനി അഥവാ നിങ്ങൾ എക്സാം എഴുതുന്നത് വേറെ ഏതെങ്കിലും സെൻറ്ററിൽ വെച്ചാണെങ്കിൽ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കില്ല. ഏതെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർ എക്സാമിനു വേണ്ടി റൈറ്റേഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. സ്ക്രൈബിനെ വെച്ച് എക്സാം എഴുതാറുണ്ട്. അങ്ങനെ വെക്കണം എന്നുള്ളവർ റീജിയണൽ സെൻറ്ററിൽ പോയി അതിനു വേണ്ടിയുള്ള അപ്രൂവൽ നേരത്തെ തന്നെ വാങ്ങേണ്ടതാണ്. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ID കാർഡ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. എന്തെങ്കിലും സാഹചര്യവശാൽ അത് വിട്ടുപോവുകയാണെങ്കിൽ അംഗീകൃതമായ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ ഉള്ള ID കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഹാൾ ടിക്കറ്റും ഇഗ്നോ ID കാർഡും നിങ്ങൾ നിർബന്ധമായും കയ്യിൽ കരുതുക. ഒരിക്കലും അത് മറക്കാതിരിക്കുക. അടുത്തതായി, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എക്സാം ഹാളിൽ അനുവദിക്കുകയില്ല. മൊബൈൽ ഫോൺ, മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും അനുവദിക്കില്ല. ഏതെങ്കിലും വിഷയത്തിന് കാൽക്കുലേറ്റർ ആവശ്യമാണെങ്കിൽ ആ എക്സാമിന് മാത്രം എക്സാം ഹാളിൽ കാൽക്കുലേറ്റർ അനുവദിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റേഴ്സ് ഒന്നും എക്സാം ഹാളിൽ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകാറില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു എക്സാം എഴുതുമ്പോൾ ആ പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന ഒരു ലാംഗ്വേജിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുകയുള്ളൂ.
ഹിന്ദി ലാംഗ്വേജിൽ എഴുതുന്നതിന് പ്രോബ്ലമില്ല. പക്ഷേ അതിനിടയിൽ നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് എഴുതാൻ പാടില്ല. പ്രാദേശിക ഭാഷ അതിനിടയിൽ ഉപയോഗിക്കരുത്. അഥവാ നിങ്ങളുടെ നാറ്റീവ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കില്ല. അതുപോലെ ആ ഇവാലുവേഷൻ ക്യാൻസൽ ചെയ്തത് നിങ്ങളെ അറിയിക്കും. പിന്നീട് നെക്സ്റ്റ് സെമസ്റ്ററിൽ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടും വരും. ഇനി പ്രാക്ടിക്കൽ, ലാബ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് റീജിയണൽ സെൻ്ററാണ്. അപ്പോൾ അവരുമായി കോണ്ടാക്റ്റ് ചെയ്ത് ഈ ലാബ് എക്സാമിൻ്റെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ വെന്യൂ, ടൈം ഷെഡ്യൂൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ലഭിച്ച് ഏകദേശം 15 മിനിറ്റ് വരെ മാത്രമേ എക്സാം ഹാളിലേക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇനി അഥവാ മതിയായ കാരണമുണ്ടെങ്കിൽ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ അനുമതി ലഭിക്കുന്നതാണ്. പക്ഷേ അത്രയും പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ലേറ്റായത് എങ്കിൽ മാത്രം കഴിയുന്നതും എക്സാം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപേ എങ്കിലും എക്സാം ഹാളിൽ എത്തിച്ചേരുക. എക്സാം സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞു മാത്രമേ എക്സാം ഹാളിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. ഒരു എക്സാമിനർക്കും ആൻസർ ഷീറ്റ് കൊണ്ടുപോവാൻ അനുവാദമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും കൃത്രിമം എക്സാം നടക്കുന്ന സ്ഥലത്തോ സെൻറ്ററിലോ നടക്കുന്നതായി നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി നല്ല രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കുക. പിന്നീട് ഇത് ആവശ്യമായി വരുന്നതായിരിക്കും. കൂടാതെ ഹാൾ ടിക്കറ്റിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട്സ്, പ്രാക്ടിക്കൽസ് എന്നിവയുടെ മാർക്കുകൾ അല്ലെങ്കിൽ ഗ്രേഡുകൾ ഡിസംബറിൽ നടക്കുന്ന എക്സാമിൻ്റെ കൂടെ ഗ്രേഡ് കാർഡിൽ ചേർക്കുന്നതായിരിക്കും. ഇത്രയും ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായി മനസ്സിലാക്കി ഫോളോ ചെയ്തു വേണം നിങ്ങൾ എക്സാമിന് വേണ്ടി എത്തേണ്ടത്, എക്സാം സെൻറ്ററിൽ എത്തിച്ചേരേണ്ടത്. ഇനിയും ഇൻസ്ട്രക്ഷൻസ് നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.